IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വിജിലൻസ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനത്തിനായി കോഴ വാങ്ങിയെന്ന ആരോപണത്തിലാണ് നടപടി. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിലെ അന്വേഷണത്തിന് പിന്നാലെയാണ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് DYFI മാർച്ച് നടത്തി. പ്രാഥമിക എൻക്വയറിയിൽ കേസെടുക്കണമെന്ന നിർദ്ദേശം വിജിലൻസ് DYSP നൽകിയതിനെ തുടർന്ന് നിയമോപദേശം ഉൾപ്പെടെ തേടിക്കൊണ്ടാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ കേസ് FIR ഇട്ട് കേസിലേക്ക് കടന്നിരിക്കുന്നത്. FIR ഇട്ട് കേസെടുത്ത് ഒന്നാം പ്രതി ആയി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്നതാണ് CPM ആവശ്യപ്പെടുന്നത്. ഇനി MLA സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അർഹതവുമില്ല. കാരണം ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. അതോടൊപ്പം തന്നെ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് നയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സഹകരണ ബാങ്കുകളിൽ നിയമനത്തിനായി കോഴ വാങ്ങിയെന്ന വിജിലൻസ് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് IC ബാലകൃഷ്ണൻ MLA പ്രതികരിച്ചു. രാജിവെക്കാൻ വേണ്ട ശിക്ഷാ നടപടി വന്നാൽ പാർട്ടി പറയുന്നതനുസരിക്കുമെന്നും IC ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ടായി IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇതിൻ്റെ മുൻപ് ഞാൻ പറഞ്ഞു, രാജിവെക്കേണ്ടതായ രീതിയിലുള്ള ശിക്ഷാ നടപടി വന്നു കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി എന്നോട് പറയും രാജിവെക്കാൻ. പാർട്ടിക്ക് വിധേയനാണ് ഞാൻ. ഇത് രാഷ്ട്രീയം കളിക്കുകയാണ് CPM. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, IC ബാലകൃഷ്ണനെതിരായ പ്രതിഷേധം അത് ഈ വിജിലൻസ് FIR-ന് പിന്നാലെ കടുപ്പിക്കുന്നുണ്ട് ഇടതുപക്ഷ സംഘടനകൾ, DYFI പ്രത്യേകിച്ച്. പക്ഷേ IC ബാലകൃഷ്ണന് കോൺഗ്രസിന്റെ പിന്തുണ എത്രമാത്രമുണ്ട് എന്ന പ്രധാന ചോദ്യം. എന്താണ് വിവരങ്ങൾ? നേരത്തെയും IC ബാലകൃഷ്ണന് പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയതാണ്. TCDK MLA അടക്കം വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അത്തരത്തിൽ പിന്തുണ നേരത്തെ വന്നതാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ FIR ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, FIR-ൽ പ്രതിപട്ടികയിൽ ഇദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ IC ബാലകൃഷ്ണന്റെ തന്നെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഇന്ന് പ്രധാനമായും CPIM ആവശ്യപ്പെട്ടത് IC ബാലകൃഷ്ണന്റെ രാജിയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. ഇതിൽ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്നുള്ള ഗുരുതരമായ ആരോപണം, അത്തരത്തിലുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണിത്. ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകും. ഈ CPM ജില്ലാ സെക്രട്ടറി IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നാണ് പറയുന്നത്. രാജിവെക്കാൻ വേണ്ട ശിക്ഷാ നടപടി വന്നാൽ തന്റെ പാർട്ടി തന്നോട് ആവശ്യപ്പെടും. താൻ പാർട്ടിക്ക് വിധേയനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം CPM ജില്ലാ സെക്രട്ടറി രാജിവെക്കാൻ പറയേണ്ടത് മന്ത്രി OR കേളൂരിനോടാണ്. ബ്രഹ്മഗിരി തട്ടിപ്പിന്റെ ഉത്തരവാദിയാണ് മന്ത്രി. തന്റെ ഓഫീസിലേക്ക് സർക്കാർ നൽകിയ ഓഫീസല്ല. അതുകൊണ്ട് തന്നെ മാർച്ച് നടത്തുന്നത് ഒരു ശരിയായ രീതിയല്ല. അത് ജനങ്ങൾക്ക് അസൗകര്യം സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ട് CPM വലിയ പ്രതിരോധത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉള്ള വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥയുള്ളത്. തനിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഏത് ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാണെന്നും IC ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. നിരപരാധിത്വം തെളിയിക്കും വരെ നിയമപരമായി മുന്നോട്ട് പോകും. എന്തായാലും ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വന്നിട്ടും കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനിടയിലാണ് തനിക്കെതിരെ ഒരു തെളിവ് പോലും ഇല്ലാതെ കേസ് എടുത്തിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുകയാണ് വിവിധ ഇടതുപക്ഷ യുവജന സംഘടന അടക്കം DYFI അടക്കം. ഇന്ന് DYFI മാർച്ച് നടത്തുകയുണ്ടായി. എന്തായാലും ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് തുടർ സമരങ്ങൾ, IC ബാലകൃഷ്ണൻ രാജി വരെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് CPM-ഉം ഒപ്പം തന്നെ DYFI-യും ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.